ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് വാട്സപ്പിൻ്റെ ബീറ്റ ടെസ്റ്റഡ് ആകാൻ സാധിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ്. സാധാരണയായി നമുക്ക് വാട്സപ്പിൻ്റെ അപ്ഡേറ്റ് പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭിക്കും. എന്നാൽ ബീറ്റ ടെസ്റ്റർ ആകുന്നതിലൂടെ നമുക്ക് സാധാരണ ലഭിക്കുന്ന അപ്ഡേഷനുകളെക്കാളും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുന്നതെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തേർഡ് പാർട്ടി വെബ്സൈറ്റിൻ്റെ സഹായം തേടേണ്ട കാര്യമില്ല. അതേപോലെ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിനായിട്ട് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങളുടെ മൊബൈലിൽ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുക. അതിനുശേഷം പ്ലേ സ്റ്റോറിൽ നിന്നും വാട്സപ്പ് സെർച്ച് ചെയ്ത് വാട്സപ്പ് ഓപ്പൺ ആക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാട്സപ്പ് മെസ്സഞ്ചർ. ഞാൻ ഓൾറെഡി വാട്സപ്പ് ബീറ്റ ടെസ്റ്റർ ആയിരുന്നു. ഞാൻ അതിൽ നിന്ന് ഒന്ന് ലീവ് ചെയ്ത് നിങ്ങളെ കാണിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നോർമൽ വാട്സപ്പിൽ ഇവിടെ അപ്ഡേറ്റുകൾ ഒന്നും തന്നെ ഇല്ല. ഇവിടെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇവിടെ ഒന്നും ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ റീജോയിൻ എന്നാണ് കാണിക്കുന്നത് എൻ്റെ മൊബൈലിൽ. കാരണം ഞാൻ ഒരു പ്രാവശ്യം വാട്സപ്പിന്റെ ബീറ്റ ടെസ്റ്റർ ആയതിനു ശേഷം അതിൽ നിന്ന് ലീവ് ചെയ്തതാണ്. ഇപ്പോൾ രണ്ടാമത് ഞാൻ റീജോയിൻ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ വാട്സപ്പിന്റെ ബീറ്റ ടെസ്റ്റർ ആദ്യമായിട്ടാണ് ആകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഐ ആം ഇൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും. ഇതേപോലെ അതിൽ ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ജോയിൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഏകദേശം 5 മിനിറ്റ്സ് എടുക്കും നമ്മൾ വാട്സപ്പിന്റെ ബീറ്റ ടെസ്റ്റർ ആകാനായിട്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ വാട്സപ്പിന്റെ ബീറ്റ ടെസ്റ്റർ പ്രോഗ്രാമിൽ ഇൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ബാക്ക് ചെയ്യുക. ബാക്ക് ചെയ്തതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് 3 വരകൾ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ ഒന്ന് നിങ്ങൾക്ക് മൈ ആപ്സ് ആൻഡ് ഗെയിം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ നോർമലായിട്ട് ഇൻസ്റ്റാൾഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അതിനുശേഷം ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. നിങ്ങൾ വാട്സപ്പിന്റെ ബീറ്റ ടെസ്റ്റർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബീറ്റ എന്ന് പറയുന്ന ഒരു ഓപ്ഷനൂടെ ഇവിടെ വരുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഏതൊക്കെ ആപ്ലിക്കേഷനുകൾ നിങ്ങൾ ബീറ്റ ടെസ്റ്റർ ആയിട്ടുണ്ടോ അതിന്റെ എല്ലാം ഒരു ലിസ്റ്റ് ഇവിടെ ലഭിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാട്സപ്പ് ഞാനിവിടെ ഓപ്പൺ ആക്കിയാണ്. ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ബീറ്റ സൈൻ അപ്പ് ഇൻ പ്രോഗ്രസ്, ഇറ്റ് ടേക്ക് എ ഫ്യൂ മിനിറ്റ്സ്. അതായത് കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ എൻ്റെ വാട്സപ്പ് ബീറ്റ പ്രോഗ്രാമിൽ സൈൻ ഇൻ ചെയ്യുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നോർമൽ വാട്സപ്പ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിൽ അപ്ഡേറ്റ്സ് ഒന്നുമില്ല. എന്നാൽ ബീറ്റ പ്രോഗ്രാമിൽ നമ്മൾ സൈൻ ഇൻ ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. തീർച്ചയായിട്ടും ഇതിൽ അപ്ഡേറ്റ്സ് വരുന്നതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് വാട്സപ്പിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഏതായാലും ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷം വീണ്ടും നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. ഏകദേശം 5 മിനിറ്റ്സിന് ശേഷം ഞാൻ വീണ്ടും വാട്സപ്പ് ഒന്ന് ഓപ്പൺ ആക്കിയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നേരത്തെ ഒരു അപ്ഡേറ്റ്സും ഇല്ലായിരുന്നു. നോർമലായിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നും വാട്സപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരു അപ്ഡേറ്റ്സും ഇല്ലായിരുന്നു ആ സമയത്ത്. എന്നാൽ ഇപ്പോൾ ഇതിൽ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി വാട്സപ്പിന്റെ ബീറ്റ ടെസ്റ്റർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പിന്റെ ഒരു ട്രയൽ പീരീഡ് ആയിരിക്കും. അതായത് ഫൈനൽ അപ്ഡേറ്റ് പ്ലേ സ്റ്റോറിൽ വരുന്നതിന് മുമ്പ് ഒരു ട്രയൽ പീരീഡാണ് ഈ ബീറ്റ വേർഷൻ വരുന്നത്. അത് നമുക്ക് ഉപയോഗിച്ച് നോക്കാം. ഞാനിത് കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ബീറ്റയുടെ വേർഷൻ. എല്ലാ അപ്ഡേറ്റുകളും നമുക്ക് നോർമലായിട്ട് ലഭിക്കുന്നതിന് മുമ്പ് വാട്സപ്പിൻ്റെ അപ്ഡേറ്റുകൾ നമുക്ക് ലഭിക്കും. ഇങ്ങനെ പല ആപ്ലിക്കേഷനുകളുടെയും ബീറ്റ വേർഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിനായിട്ട് പലരും പല APK ഫയലുകൾ, പല വെബ്സൈറ്റുകളാണ് അതിനായിട്ട് ആശ്രയിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ നിങ്ങളുടെ വാട്സപ്പിൻ്റെ ബീറ്റ വേർഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. പല സുഹൃത്തുക്കളും ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു വാട്സപ്പിൻ്റെ ബീറ്റ വേർഷൻ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നത്, എങ്ങനെ ബീറ്റ ടെസ്റ്റഡ് ആകാമെന്നുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ആ കാര്യം മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരുപാട് സുഹൃത്തുക്കൾ കാണും. അവർക്ക് വേണ്ടി നിങ്ങൾ ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക. ഇവിടെ നിന്ന് ഇനി അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നമ്മൾ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ നമ്മുടെ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. നോക്കുക, വാട്സപ്പിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഇപ്പോൾ എൻ്റെ മൊബൈലിൽ ഇൻസ്റ്റാൾ ആയിരിക്കുകയാണ്. ഇങ്ങനെ വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ ഫീച്ചറുകൾ നിങ്ങൾക്ക് മറ്റ് സുഹൃത്തുക്കൾക്ക് ലഭിക്കുന്നതിന് മുമ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.